അസം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്ന ഡേ ആണ് ഇന്നെന്ന് പറയുന്നത്. മെയ് 2-ാം തീയതിയും അതോടൊപ്പം തന്നെ മെയ് 8-ാം തീയതിയുമായിട്ട് നടന്ന 2 ഘട്ട തെരഞ്ഞെടുപ്പിൻ്റെ ഫൈനൽ റിസൾട്ടാണ് മെയ് 11-ാം തീയതി ആയിട്ടുള്ള ഇന്ന് വരാൻ പോകുന്നത്. അതിൻ്റെ ആദ്യഘട്ടം എന്നുള്ള രീതിയിൽ പൂർണ്ണതോതിലുള്ള റിസൾട്ട് വന്നിട്ടില്ല. അതിനിനിയും സമയമെടുക്കുമെങ്കിൽ പോലും ആദ്യഘട്ടത്തിൽ തന്നെ BJP വലിയ തോതിലുള്ള ഒരു ഗംഭീര മുന്നേറ്റം നടത്തിയിരിക്കുന്നു. അതുമാത്രമല്ല വലിയ തോതിലുള്ള ഒരു തൂത്തുവാരലിലേക്ക് മാറിയിരിക്കുന്നു എന്നാണ് ഈ റിസൾട്ടിൽ നിന്നും മനസ്സിലാവുന്ന കാര്യമെന്ന് പറയുന്നത്. അതിന് കാരണമെന്ന് പറയുന്നത് BJP ഇതിനോടകം തന്നെ, അതായത് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുന്നേ തന്നെ വലിയൊരു നേട്ടം BJP ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. അതായത് വലിയ തോതിലുള്ള സീറ്റുകൾ BJPക്ക് എതിരില്ലാതെ അവിടെ വിജയിക്കാൻ സാധിച്ചു എന്നുള്ള റിസൾട്ട് തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ BJPക്ക് വലിയ തോതിൽ ഊർജ്ജമുണ്ടാക്കിയ ഒരു കാര്യം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് കംപ്ലീറ്റ് ആയിട്ട് വരുമ്പോഴത്തേക്കും BJP വലിയൊരു വിജയമാണ് അവിടെ പ്രതീക്ഷിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അസം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 1-ലധികം മണ്ഡലങ്ങളിലാണ് മികച്ച വിജയം നേടി BJP ഇപ്പോൾ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നത് എന്ന റിസൾട്ടാണ് പുറത്തു വരുന്നത്. അതായത് ഗോലാഘട്ട്, മജുലി, അഹോദ്കുരി എന്നിവിടങ്ങളിൽ ശക്തമായ വിജയത്തോടെ അസം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ BJP മുന്നിലാണിപ്പോൾ. സംസ്ഥാനത്തുടനീളം 1-ലധികം പ്രധാന സീറ്റുകൾ നേടുന്നതിലൂടെ പാർട്ടിയുടെ അടിത്തട്ടിലെ ശക്തി വ്യക്തമാണ് ഇപ്പോൾ തന്നെ. അസം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിൽ ഭാരതീയ ജനതാ പാർട്ടി BJP ശക്തമായ ലീഡ് നിലനിർത്തുന്നു. ഗോലാഘട്ട്, മജുലി, അഹോദ്കുരി എന്നിവയുൾപ്പെടെ പ്രധാന ജില്ലകളിൽ നിന്ന് തുടർച്ചയായി തകർപ്പൻ വിജയങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഗോലാഘട്ടിൽ BJPയുടെ വിജയക്കുതിപ്പാണ് കാണപ്പെടുന്നത്. ഗോലാഘട്ട് നിയോജക മണ്ഡലത്തിന് കീഴിലുള്ള 4 ജില്ലാ പരിഷത്ത് മണ്ഡലങ്ങളിൽ തരാനി, റത്തൻപൂർ, വാട്ടിംഗ്, അട്കേലിയ BJP സ്ഥാനാർത്ഥികൾ മുന്നിലാണിപ്പോൾ. കുംതായ് മണ്ഡലത്തിൽ മൊറംഗി, നബോർ, കുംതായ്, മിഷാമര, ഇസഡ്പിസികളിൽ BJP ഇപ്പോൾ മുന്നിലാണ്. അജലിക് പഞ്ചായത്ത് തലത്തിൽ അഞ്ജലി തെങ്ങൽ, ചയോദക് പദർ, റത്തൻപൂരിൽ ഉജ്ജൽ സൈക്കിയ, പുലിബോറിൽ മന്മയൂരി ഗൊഗോയ്, അത്കേലിയയിൽ സുശാന്ത ബോറ, നബോറിൽ ബിരൻ ഒറാങ്, കച്ചുപത്തറിൽ സംഗീത ഹുഖാൻ എന്നിവർ വിജയിച്ചിരിക്കുന്നു. കാതൽബാരി അജാലിക് പഞ്ചായത്തിൽ AGPയുടെ റുക്മോണി രാജ് പട്ടർ വിജയം അവകാശപ്പെട്ടിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും ഹൈലൈറ്റഡ് കാണേണ്ടത് അഹോദ്കുരി പഞ്ചായത്തിലാണ്. അഹോദ്കുരി പഞ്ചായത്ത് തൂത്തുവാരിയിരിക്കുന്നു BJP. അഹോദ്കുരി പഞ്ചായത്തിലെ 10 വാർഡ് അംഗ സീറ്റുകളും BJP ഇപ്പോൾ നേടിയിരിക്കുന്നതായിട്ടാണ് വാർത്ത പുറത്തു വരുന്നത്. മറ്റൊരു ശക്തി കേന്ദ്രമായിട്ടുള്ള മജുലിയിലെ രാവണപർ ഗാവ് പഞ്ചായത്തിലെ 10 വാർഡ് അംഗ സ്ഥാനങ്ങളിലും BJP സ്ഥാനാർത്ഥികൾ തന്നെയാണ് അവിടെ വിജയിച്ചിരിക്കുന്നത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ പുരോഗമിക്കുന്നതിനിടയിലും അസമിലുടനീളം BJPയുടെ അടിത്തട്ടിലെ ശക്തി തുടരുന്നു എന്ന് ഈ ഫലങ്ങൾ എടുത്തു കാണിക്കുക തന്നെയാണ്. അതേസമയം ദിബ്രുഗഡിലെ കവാങ് ഗാവ് പഞ്ചായത്തിൽ BJP പിന്തുണയുള്ള സ്ഥാനാർത്ഥികൾക്കൊപ്പം AGP പിന്തുണയുള്ള സ്ഥാനാർത്ഥികളും ഗണ്യമായി നേട്ടം കൈവരിച്ചിരിക്കുന്നു. ഇതുവരെ AGP പിന്തുണയുള്ള 6-ലധികം സ്ഥാനാർത്ഥികൾ വിജയം ഉറപ്പാക്കിയിട്ടുണ്ട്. മറ്റു പലരും വ്യക്തമായ ലീഡ് നേടുന്നുണ്ട്. നിരവധി BJP സ്ഥാനാർത്ഥികൾ മത്സരത്തിൽ മുന്നിലാണെങ്കിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ AGPയുടെ പ്രകടനം ശക്തമായി കൊണ്ടിരിക്കുക തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അവിടെ എന്തായാലും NDA സഖ്യം തന്നെയാണ് വളരെ വലിയ തോതിലുള്ള മുന്നേറ്റം ഉണ്ടാകുന്നത്. BJPയും അതോടൊപ്പം തന്നെ AGPയും. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, കോൺഗ്രസ് ചിത്രത്തിലേ ഇല്ലാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു. അവർക്ക് വേണ്ട വിധത്തിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കാതെ വരുന്നു ഈ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എന്നുള്ളത് വ്യക്തം തന്നെയാണ്. എന്തായാലും അന്തിമ ഫലം വരാനായിട്ട് ഇനിയും സമയമെടുക്കും. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ പറയാൻ സാധിക്കുന്നത് BJP വലിയ ഒരു തൂത്തുവാരൽ വിജയത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുമാത്രമല്ല കോൺഗ്രസ് തകർന്ന് തരിപ്പണമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് വ്യക്തമാക്കുന്ന തരത്തിൽ തന്നെയാണ് ഈ ഒരു റിസൾട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.